അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അമൃതപുരിയിൽ നിന്നും നാളെ യാത്ര തിരിക്കും. പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനൊപ്പം ഈ മാസം 19-ന് രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ പങ്കെടുക്കാനായാണ് അമ്മയുടെ യാത്ര. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും അമ്മയെ അനുഗമിക്കും. ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാനായുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അയോധ്യയിലേക്ക് യാത്ര തിരിക്കുന്നത്. പ്രത്യേക പൂജകളും പ്രാർത്ഥനകളുമൊക്കെയായി നടക്കുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യവും ഉണ്ടാകും. ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം അമ്മ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും. രാമക്ഷേത്രത്തിന്റെ 2ാം നിലയിലാണ് ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നത്. ആത്മീയ ജാമിതീയ രൂപകൽപ്പനയിലുള്ള ഈ യന്ത്രം ശ്രീരാമന്റെ ദൈവിക ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ട് അയോധ്യയിലെത്തിയാണ് ഇതിനായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തിയത്. आवश्यक निर्देश दिए गए हैं और हम लोग सुनिश्चित कराएंगे कि सभी कार्यक्रम अच्छी तरह से संपन्न हो. കായംകുളത്തു നിന്നും പ്രത്യേകം സജ്ജമാക്കിയ ട്രെയിനിലാണ് നാളെ അമ്മ അയോധ്യയിലേക്ക് യാത്ര പുറപ്പെടുന്നത്. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെ 1200ഓളം പേർ അമ്മയ്ക്കൊപ്പം ഉണ്ടാകും. 1980കളിൽ ചെറിയ സംഘം ഭക്തന്മാരും അന്തേവാസികളുമായി അമ്മ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സമൂഹം ആളുകളുമായി അമ്മ തീവണ്ടിയിൽ ഒരു ആത്മീയ യാത്ര നടത്തുന്നത്. അയോധ്യയിലെത്തുന്ന അമ്മയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റ് നിർമ്മാണ സമിതി അധ്യക്ഷൻ നിബേന്ദ്ര മിശ്ര തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. അമൃത ന്യൂസ്, കൊല്ലം.